തീരുമാനം ADGP MR അജിത് കുമാറിനെ സംബന്ധിച്ച് ഉണ്ടാകും. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം DGP ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ പോകുന്നു. സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബ് ക്ലിഫ് ഹൗസിലേക്ക് വരാൻ പോകുന്നു. അതിനുള്ള ഒരുക്കങ്ങൾ പോലീസ് ഇപ്പോൾ ഇവിടെ വഴി ഒക്കെ അദ്ദേഹത്തിന്റെ വാഹനം കടന്നു വരാൻ വേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട്. ഏതായാലും ADGP MR അജിത് കുമാറിനെ എതിരെ ഒരു നടപടി ഈ DGPയുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അതിന്റെ ചില സൂചനകൾ ഇന്നലെ തന്നെ ലഭിച്ചിരുന്നു. ഇന്നലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്നിരുന്നു. അത് ശബരിമല അവലോകന യോഗമാണ്. ശബരിമല ഈ സീസണിൽ ചെയ്യേണ്ട വിപുലമായ ഒരുക്കങ്ങൾ സംബന്ധിച്ചുള്ള വിവിധ വകുപ്പുകൾ ചേർന്നുള്ള ഒരു അവലോകന യോഗമാണ് ഇന്നലെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്നത്. ആ യോഗത്തിൽ പങ്കെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP. കാരണം പോലീസാണ് അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കുന്നത്, തിരക്ക് നിയന്ത്രിക്കുന്നതൊക്കെ പോലീസാണ്. അപ്പോൾ ആ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥനായ MR അജിത് കുമാറിനെ ഇന്നലെ ആ യോഗത്തിൽ പങ്കെടുപ്പിച്ചിരുന്നില്ല. അദ്ദേഹം പങ്കെടുക്കാത്തതിന്റെ കാരണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ തൽക്കാലം അവലോകന യോഗത്തിൽ പങ്കെടുക്കേണ്ട എന്നുള്ളൊരു നിർദ്ദേശം നൽകി. അങ്ങനെ അദ്ദേഹം ആ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു എന്നുള്ളതാണ്. അപ്പോൾ ശബരിമല യോഗത്തിൽ നിന്ന് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെ മാറ്റി നിർത്തുമ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു നടപടിക്ക് സർക്കാർ ഒരുങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ സൂചന. കാരണം അതല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ ആ യോഗത്തിൽ പങ്കെടുപ്പിക്കുമായിരുന്നു. മാത്രമല്ല ശബരിമല കോർഡിനേറ്റിംഗ് ഓഫീസർ കൂടിയാണ്. അവിടുത്തെ എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ MR അജിത് കുമാർ തന്നെയായിരുന്നു ആ സ്ഥാനം വഹിച്ചിരുന്നത്. അതായത് ശബരിമലയുടെ മുഴുവൻ ആ ഉത്സവകാല നടത്തിപ്പിന്റെയും ചുമതല വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥനായിരുന്നു MR അജിത് കുമാർ. അപ്പോൾ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ ഇന്നലെ ആ ശബരിമല അവലോകന യോഗത്തിൽ നിന്ന് മാറ്റി നിർത്തുമ്പോൾ അത് MR അജിത് കുമാറിനെതിരെ ഒരു നടപടിക്ക് സർക്കാർ തയ്യാറെടുക്കുന്നു എന്നതിന്റെ സൂചന കൂടിയായിരുന്നു. അപ്പോൾ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി DGP ആ റിപ്പോർട്ട് ഹോം സെക്രട്ടറിക്ക് കൈമാറി. ആ റിപ്പോർട്ട് ലഭിച്ചാൽ DGPയുടെ റിപ്പോർട്ട് ലഭിച്ചാൽ നടപടി എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ നേരത്തെയുള്ള നിലപാട്. അപ്പോൾ ആ നിലപാടിൽ നിന്ന് മാറാൻ അദ്ദേഹത്തിന് കഴിയുകയുമില്ല. ഇനി അറിയാനുള്ളത് എന്ത് തരം നടപടിയാണ് ADGP MR അജിത് കുമാറിനെ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു പക്ഷേ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി അദ്ദേഹം നിലവിൽ ക്രമസമാധാന ചുമതല വഹിക്കുന്ന ADGP ആണ്. അതിനൊപ്പം തന്നെ ബറ്റാലിയൻ ചുമതല കൂടി അദ്ദേഹത്തിനുണ്ട്. ADGP ബറ്റാലിയൻ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ ആ രണ്ട് ചുമതലയും അദ്ദേഹമാണ് നിർവഹിക്കുന്നത്. അപ്പോൾ ക്രമസമാധാന ചുമതല മാറ്റി ADGP ബറ്റാലിയൻ എന്നുള്ള ചുമതല മാത്രം നിലനിർത്തുമോ? അതല്ല മറ്റേതെങ്കിലും അപ്രധാനമായ വകുപ്പുകളുടെ ചുമതല നൽകി അദ്ദേഹത്തെ ഒരു പ്ലേസ്മെന്റ് ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു നടപടിയായിരിക്കുമോ? അവിടെയാണ് പ്രധാനപ്പെട്ട ചോദ്യം ശ്രീ ആനന്ദ്. കാരണം സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്ന ADGPമാരോ അല്ലെങ്കിൽ ആ പ്രധാനപ്പെട്ട തസ്തികയിൽ ഇരിക്കുന്ന ആളുകളൊക്കെ ചെന്നപ്പെടുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോർപ്പറേഷൻ തലപ്പത്തൊക്കെയാണ് സാധാരണഗതിയിൽ ചെന്നെത്തുക. ഇവിടെ ഇപ്പോൾ സായുധ സേനാ വിഭാഗത്തിന്റെ ചുമതലയുള്ള വ്യക്തി കൂടിയാണ് ADGP. പിന്നീട് ഈ ശബരിമല കോർഡിനേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അപ്പോൾ ഈ ക്രമസമാധാന ചുമതല ഉള്ള എന്ന് എല്ലാവരും നിരന്തരം ആവശ്യപ്പെടുന്ന ആ തസ്തികയിൽ നിന്ന് മാത്രം കണ്ണിൽ പൊടിയിടാൻ മാറ്റുകയാണോ? ഈ രണ്ട് വളരെ പ്രധാനപ്പെട്ട ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയരുക കൂടി ചെയ്ത സാഹചര്യത്തിൽ ഈ രണ്ടിടങ്ങളിൽ നിന്നും കൂടി 3 സ്ഥലങ്ങളിൽ നിന്നും മാറ്റുക എന്നതിലേക്ക് സർക്കാർ പോകുമ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിന് മുഖ്യമന്ത്രി മുതിരുമോ എന്നതും പ്രസക്തമല്ലേ? തീർച്ചയായിട്ടും ശബരിമല ഏകോപനത്തിൽ ഇനി അദ്ദേഹം ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. കാരണം ഇന്നലെ അവലോകന യോഗത്തിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിച്ചില്ല എന്നത് തന്നെ അതിന്റെ സൂചനയാണ്. ഇനി അറിയാനുള്ളത് ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തുകയാണോ അതോ ബറ്റാലിയൻ ചുമതല നിലനിർത്തിക്കൊണ്ട് അങ്ങനെ ഒരു നടപടിയാണോ എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഒരു സസ്പെൻഷൻ പോലുള്ള കുറച്ചുകൂടി കടുത്ത നടപടി അദ്ദേഹം നേരിടേണ്ടി വരുമോ എന്നുള്ള കാര്യവും അറിയേണ്ടതുണ്ട്. അതൊക്കെ ഇന്നിപ്പോൾ ഈ ക്ലിഫ് ഹൗസിൽ നടക്കുന്ന യോഗത്തിന് ശേഷമാണ് തീരുമാനിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ കുറച്ചു കാലമായി PV അൻവർ MLA ഉയർത്തിയ വെളിപ്പെടുത്തലുകൾ, ആരോപണങ്ങൾ, അതിനുശേഷം കഴിഞ്ഞ ഒരു മാസമായി നിരന്തരം ആരോപണത്തിന്റെ ശരശയിൽ കിടക്കുന്ന ഒരു മുതിർന്ന IPS ഉദ്യോഗസ്ഥനാണ് ADGP MR അജിത് കുമാർ. അദ്ദേഹത്തിനെതിരെ ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഏതാണ്ട് 5 തലത്തിലുള്ള അന്വേഷണമാണ്. DGP തലത്തിൽ 2 അന്വേഷണം, വിജിലൻസ് അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നു, മാമി തിരോധാനവുമായി ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നു. അങ്ങനെ വിവിധ തലത്തിൽ 5 അന്വേഷണമാണ് അദ്ദേഹത്തിനെതിരെ നടക്കുന്നത്. ഈ അന്വേഷണം എല്ലാം നടക്കുമ്പോഴും ആരോപണ സ്ഥാനത്ത് പ്രത്യേകിച്ച് കേരള പോലീസിന്റെ ഏറ്റവും കീ പോസ്റ്റിൽ അദ്ദേഹം ഇരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ അദ്ദേഹത്തിനെതിരെ അന്വേഷിക്കുന്ന പല സംഘങ്ങളിലുമുള്ളത്. അതൊക്കെ ആരോപണ വിധേയമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥനെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ അന്വേഷണമൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി ഈ 5 തലത്തിലുള്ള അന്വേഷണം നടക്കുമ്പോഴും ക്രമസമാധാന ചുമതലയിൽ തന്നെ തുടരുകയും ചെയ്തു. അപ്പോഴാണ് മുഖ്യമന്ത്രി ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നു എന്നുള്ളൊരു ആരോപണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും
ഒക്കെ ഉയരുകയും ചെയ്തത്. ആ ആരോപണം കേൾക്കുമ്പോൾ തന്നെ അവസാന നിമിഷം വരെ എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാട് മുഖ്യമന്ത്രി തുടർന്നു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പോലും മുഖ്യമന്ത്രി എം ആർ അജിത് കുമാറിനെതിരെ അല്ലെങ്കിൽ അദ്ദേഹത്തെ സംശയിക്കുന്ന രീതിയിൽ ഒരു വാക്കുപോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല. പകരം DGPയുടെ അന്വേഷണം നടക്കുകയാണ്. ആ റിപ്പോർട്ട് ലഭിച്ച ശേഷം അതിലുള്ള കണ്ടെത്തലുകൾക്കനുസരിച്ച് നടപടിയെടുക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ എല്ലാ കണ്ണുകളും ഇപ്പോൾ ക്ലിഫ് ഹൗസിലേക്ക് ആണ് എന്ന് പറയുന്നത്. കാരണം അവിടെ പ്രധാനപ്പെട്ട നേതാക്കൾ DGP ഉണ്ട്, ഹോം സെക്രട്ടറി ഉണ്ട്, പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് എന്താണ് ഇക്കാര്യത്തിൽ ഇവിടെ കാര്യമെന്ന് ചോദിക്കുമ്പോൾ, കാരണം ഇന്നത്തെ ഈ 3 പേരും 3 കീ പോസ്റ്റിലിരിക്കുന്ന ആളുകളും ഒരേ ഫോറത്തിലേക്ക്, അതും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ക്ലിഫ് ഹൗസിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുമ്പോൾ അവിടെ നിന്നും ഏതോ ഒരു തീരുമാനം അല്പസമയത്തിനകം കേരളം പ്രതീക്ഷിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു യോഗം അത് എത്ര സമയമായിട്ടുണ്ട്? DGP വന്ന സമയം, DGP എത്ര സമയമായി ആ ക്ലിഫ് ഹൗസിലുണ്ട്? ഹോം സെക്രട്ടറി എപ്പോഴാണ് അകത്തേക്ക് എത്തിയത്? അതിനുശേഷം എത്ര സമയമായി ഹോം സെക്രട്ടറി അവിടെ തുടരുന്നുണ്ട്? മറ്റുദ്യോഗസ്ഥർ ആരൊക്കെ? ഇതൊക്കെ കേരളത്തിന് വളരെ ആകാംക്ഷയാണ്.